RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് എ സിയുടെ സർക്യൂട്ട് ബോർഡുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു 1.5 ടൺ LG ഇൻവെർട്ടഡ് സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റിലെ സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് ഞാനിതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ ഒരു സർക്യൂട്ട് ഡയഗ്രം കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമേ ഞാനതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ AC ടെക്നീഷ്യന്മാർ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് ബോർഡ് എടുത്തു കഴിയുമ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതിൽ ഇങ്ങനെയൊരു ഡോട്ടഡ് ലൈൻ കാണാം. ഈ കാണുന്ന പോലെ ഇങ്ങനെയൊരു ഡോട്ടഡ് ലൈൻ കാണാം. അപ്പോൾ അതൊരു ഹോളാണ്. അപ്പോൾ ഇങ്ങനെ ഹോളുകൾ കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് സൈഡുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ബോർഡിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ബോർഡിന് ഒരു ഇൻഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബോർഡ് ഡെഡാണ്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നീഷ്യൻ്റെ കൊടുക്കാൻ ഉള്ളൊരു ബോർഡാണ്. അപ്പോൾ അത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ അതിൽ കംപ്ലൈൻ്റ് ഉള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ ലൈനെ പറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഡോട്ടഡ് ലൈൻ കാണാം. ഇതുപോലെ ചെറിയ ഹോളുകൾ, നീളത്തിലുള്ള ഹോളുകളും കാണാം. അപ്പോൾ ഒരു ബോർഡിൽ ഒരു ഹൈ വോൾട്ടേജ് സൈഡും ഒരു ലോ വോൾട്ടേജ് സൈഡും ഉണ്ടാവും. ഈ രണ്ട് സൈഡുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നോക്കിയാൽ അറിയാം, അതിൽ വീതി കൂടിയ കണ്ടക്ടേഴ്സാണ്, വീതി കൂടിയ കോപ്പറിൻ്റെ പാടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ തീരെ വീതി കുറഞ്ഞ കോപ്പറിൻ്റെ ചെറിയ ചെറിയ തിന്നായിട്ടുള്ള പാടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് അറിയാൻ പറ്റും. ഈ ഭാഗം AC സപ്ലൈ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് ബോർഡിൻ്റെ. അതുപോലെ തന്നെ ഈ ഭാഗം DC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. പക്ഷേ ഇതിന് മെയിൻ കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്താണ് അതിൻ്റെ പവർ സപ്ലൈയുടെ കാര്യങ്ങളും SMBSൻ്റെ ഭാഗങ്ങളും എല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ബോർഡ് കണ്ടാൽ തന്നെ നമുക്ക് അതറിയാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് പോകുന്നത് ഇതിൻ്റെ കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിൽ പല ബോർഡിലും അതിൻ്റെ കണക്ഷൻസ് പല തരത്തിലായിരിക്കും. കാരണം എല്ലാ കമ്പനികളും ഒരേ രീതിയിലല്ല AC മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന കണക്ഷൻസും അവയുടെ ടൈപ്പും എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്നാലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് താഴെ വെക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കണക്ഷൻസ് നോക്കുമ്പോഴത്തേനും ഇതിൽ ഈ കാണുന്നതാണ് CN in N1 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഈ ബോർഡിലേക്കുള്ള ന്യൂട്രൽ ഇൻപുട്ട്. അതുപോലെ തന്നെ ഇവിടെ CN ഔട്ട് N1 N2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിൽ നിന്നും ഔട്ട്ഡോറിൻ്റെ PCBയിലേക്ക് പോകുന്ന ന്യൂട്രൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഒറ്റ പോയിൻ്റാണ്. ഇതുകൊണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് രണ്ടും ഒറ്റ പോയിൻ്റാണ്. അപ്പോൾ ഇത് ന്യൂട്രൽ ഇന്നും ഇത് ന്യൂട്രൽ ഔട്ടും. അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ഒരു ഫേസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇൻഡോർ യൂണിറ്റിൻ്റെ PCBയിലേക്കുള്ള ഫേസ്, ഇൻപുട്ട് ഫേസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഇതൊരു റിലേ ആണ്. 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ റിലേ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് 12 വോൾട്ട് DCയിൽ ഇതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. അപ്പോൾ ആ കോയിലിൽ ഒരു 12 വോൾട്ട് DC ചെന്ന് കഴിയുമ്പോഴാണ് ഈ റിലേ ഓൺ ആകുന്നത്. അപ്പോൾ ഇതാണ് ഈ റിലേയിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന ഫേസ്. ആ ഫേസ് നേരെ ഇവിടെ വരും, കണ്ടോ, ഈ പോയിൻ്റാണ്, ഇവിടെയാണ് ഫേസ് ഇൻപുട്ട് വരുന്നത്. ഇനി ഔട്ട്ഡോറിലേക്ക് പോകുന്ന ഔട്ട്പുട്ടാണ് ഈ പോയിൻ്റ്. ഇതിൽ നിന്നാണ് ഔട്ട്ഡോറിലേക്കുള്ള ഫേസ് പോകുന്നത്. പക്ഷേ ഈ റിലേ ഓൺ ആകണമെങ്കിൽ ഇവിടുത്തെ മെയിൻ IC ഇതാണ്. ഇതിലാണ് ഈ ബോർഡിൻ്റെ ഫങ്ഷൻസ് എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഈ റിലേ ഓൺ ആവും. ഈ റിലേ ഓൺ ആകുമ്പോഴാണ് ഔട്ട്ഡോറിലേക്കുള്ള ഫേസ് പോകുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് ഈ റിലേയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ അകത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇപ്പം നമ്മൾ റിലേയുടെ ഒരു പോയിന്റിൽ ഫേസ് ഇന്ന് കൊടുത്തു. അപ്പോൾ ഇത് റിലേയുടെ മറ്റേ പോയിന്റ്, ഇത് റിലേയുടെ അടുത്ത പോയിന്റ്. ഇതിൽ നിന്നാണ് ഔട്ട്ഡോറിലേക്കുള്ള ഫേസ് പോകുന്നത്. അതാണ് പി ഔട്ട് ടു ODU എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ലൈനാണ്, ഐസൊലേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഇത് ഹൈ വോൾട്ടേജ് സൈഡും ഇത് ലോ വോൾട്ടേജ് സൈഡുമാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രൽ ഇന്നും ന്യൂട്രൽ ഔട്ടും. അപ്പോൾ അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടും ഒറ്റ പോയിൻ്റാണ്. ഇത് ന്യൂട്രൽ ഇന്ന്, ഇൻഡോറിലേക്കുള്ള ന്യൂട്രൽ ഇന്ന്, ഇത് ഔട്ട്ഡോറിലേക്കുള്ള ന്യൂട്രൽ ഔട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫ്യൂസാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു ഫ്യൂസാണ്. ഇതിനെ നമ്മൾ കാർട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാർട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു തിന്നായിട്ടുള്ള ഒരു വയറുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നിശ്ചിത ആംബിയർ കറണ്ടിൽ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോൾ ഈ ഫ്യൂസ് ഡിസ്കണക്റ്റ് ആയി ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേ എന്നുള്ള കണക്ഷൻ നേരെ പോകുന്ന ഫ്യൂസിലേക്കാണ്. ഇതുണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഫ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വേവിൻ്റെ സിമ്പിൾ കാണിക്കുക, ഇതാണ് ഫ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഫേസിൽ നിന്നുള്ള റിലേയിൽ നിന്നുള്ള ഫേസിൻ്റെ കണക്ഷൻ ആദ്യം ഫ്യൂസിൽ ചെല്ലുന്നു. ഫ്യൂസിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ് ഇത്. ഇനി അവിടെയാണ് നമ്മുടെ ഈ കമ്പോണൻ്റ് വരുന്നത്. ഇതിനെ നമ്മൾ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ VDR എന്ന് പറയും. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ ന്യൂട്രലിലും ഒരു കണക്ഷൻ ഫ്യൂസിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ഫേസിലുമായിരിക്കും. അപ്പോൾ ഇവിടെ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നതെല്ലാം ഫേസും ഈ ബ്ലൂ ലൈൻ കാണിച്ചിരിക്കുന്നത് ന്യൂട്രലുമാണ്. അപ്പോൾ ഈ VDRൻ്റെ ഒരു കണക്ഷൻ ന്യൂട്രലിലും ഒരു കണക്ഷൻ ഫേസിലുമായിരിക്കും. നമുക്ക് നോക്കിയാൽ കാണാം, VDRൻ്റെ ഒരു കണക്ഷൻ ഇത് കണ്ടോ, VDRൻ്റെ ഒരു കണക്ഷൻ ന്യൂട്രലാണ്, മറ്റേ കണക്ഷൻ ഈ ഫ്യൂസിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ഫേസിലാണ്. അപ്പോൾ ഈ VDR അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൈനിലേക്ക് ഹൈ വോൾട്ടേജ് AC സപ്ലൈ, അപ്പോൾ അതിനെ നമ്മൾ നോയ്സ് എന്നാണ് പറയുന്നത്. പെട്ടെന്നുള്ള ഹൈ വോൾട്ടേജ് AC സപ്ലൈ കയറി വരികയാണെങ്കിൽ, പെട്ടെന്നുള്ള ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് കയറി വരികയാണെങ്കിൽ ഈ VDRൻ്റെ റെസിസ്റ്റൻസ് അത് നോർമലി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് കയറി വരുന്ന സമയത്ത് ഈ VDRൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറയുന്നു, 0 ആകുന്നു, ഓൾമോസ്റ്റ് 0 ആകുന്നു. അപ്പോൾ അങ്ങനെ 0 ആകുമ്പോഴത്തേനും ഈ ഫേസിൽ നിന്ന് ഫ്യൂസ് വഴി VDR വഴി ന്യൂട്രലിലേക്ക് ലൈൻ കണക്റ്റ് ആവും. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഹൈ വോൾട്ടേജ് കയറി വരുമ്പോഴത്തേനും ഈ അകത്തുള്ള ഈ സർക്യൂട്ടിനെല്ലാം ഡാമേജ് പറ്റും. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫ്യൂസ് ഡിസ്കണക്റ്റ് ആകണം. അപ്പോൾ ഫ്യൂസ് ഡിസ്കണക്റ്റ് ആകണം, എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തുള്ള കറണ്ട് മാക്സിമം ആക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഫേസും ന്യൂട്രലും ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് VDR. അപ്പോൾ ഈ ഫേസിൽ നിന്ന് ഹൈ വോൾട്ടേജ് നേരെ കയറി VDR വഴി കയറി ന്യൂട്രൽ വഴി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ ഈ VDRന് ഹൈ കറണ്ട് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂസിന് ഒരു ലിമിറ്റഡ് വാല്യൂ കറണ്ട് വരെ അതിന് താങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫ്യൂസ് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഹൈ വോൾട്ടേജ് സ്പൈക്ക് വരുന്ന സമയത്ത് ഈ VDR സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാ സർക്യൂട്ടിലും ഈ പവർ സപ്ലൈയുടെ ഇൻപുട്ടിലായിരിക്കും ഈ VDR ഉള്ളത്. ഓക്കെ, അതാണ് ഈ VDR എന്ന് പറയുന്ന കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഭാഗമെല്ലാം ഇതിൻ്റെ പവർ സപ്ലൈയുടെ സെക്ഷനാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം വരുന്ന മിക്കവാറും പവർ സപ്ലൈയിലെല്ലാം അതിലൊരു SMPSൻ്റെ സെക്ഷൻ കാണും. SMPS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റർ അല്ല, ഈ SMPS സപ്ലൈ ആണ്. അപ്പോൾ ഈ SMPS സപ്ലൈ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീട്ടിൽ കിട്ടുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ 230 വോൾട്ട്, സാധാരണയായിട്ട് 200 വോൾട്ട് 190 വോൾട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് AC ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് DC ആകണം. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കൺട്രോൾ സർക്യൂട്ട് ഇത് വർക്ക് ചെയ്യുന്ന DCയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ACയെ കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കണം. അതുപോലെ തന്നെ
ഇതിൻ്റെ അകത്ത് മറ്റു പല കമ്പോണൻസും ഉണ്ട്. അത് വർക്ക് ചെയ്യാനുള്ള DC സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് ഈ വരുന്ന AC-യിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ SMPS എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം SMPSൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള SMPS പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിങ്. ഓക്കെ, അപ്പം നമ്മൾ ഈ VDR വരെ ആണ് വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് VDR കഴിഞ്ഞിട്ട് ഈ ഭാഗം കാണാം. അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റ് കാണാം. അതിൻ്റെ അകത്ത് 2 കോപ്പറിൻ്റെ കോയിലുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്നത് EMI ഫിൽട്ടർ സെക്ഷൻ എന്നാണ്. EMI എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽട്ടർ. അതായത് ഒരു ഉപകരണം, ഒരു AC ഉപകരണം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ TV ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കാണാം. അതായത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ ഓണാവുകയും ഓഫാക്കുകയും ചെയ്യുന്ന സമയത്ത് TVക്കകത്തൊക്കെ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ വരുന്നത് കാണാം പണ്ടത്തെ TVക്കകത്ത്. അപ്പോൾ അതിനെയാണ് EMI ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു നോയ്സാണ്, ഒരു നമുക്ക് ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോകുന്ന നോയ്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, കമ്പോണൻസ് ഏതാണെന്ന് പറയാം. ഇതൊരു കപ്പാസിറ്ററാണ്. ഇതിനെ നമ്മൾ സേഫ്റ്റി കപ്പാസിറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഇതും ഒരു സേഫ്റ്റി കപ്പാസിറ്ററാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വേറൊരു രണ്ട് ചെറിയ കപ്പാസിറ്റർ ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു ഇൻഡക്ടർ കോയിൽ അല്ലെങ്കിൽ ചോക്ക് കോയിൽ എന്നൊക്കെ പറയും. അപ്പം ചോക്ക് കോയിൽ ഇതിൽ 2 കോയിലുണ്ട്. ഇതിലൊരു കോയിൽ ഫേസിലും മറ്റേ കോയിൽ ന്യൂട്രലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ആദ്യം നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സ് വരുന്ന സമയത്ത് ഇതതിനെ ഡാമ്പ് ചെയ്യും. അതായത് ഇതതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് തടയും. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററും അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ അല്ലെങ്കിൽ സേഫ്റ്റി കപ്പാസിറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഇൻഡക്ടറിൻ്റെ ഇതിനെ നമ്മൾ കോമൺ മോഡ് ഫിൽട്ടർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും 2 സേഫ്റ്റി കപ്പാസിറ്റർ വീതം കാണും. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫ്യൂസിൽ നിന്നുള്ള ഔട്ട്ലെറ്റ് ഇവിടം വരെയാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ഇത് ന്യൂട്രലാണ്. അപ്പം അതിൻ്റെ ഇൻപുട്ടിൽ ഒരു സേഫ്റ്റി കപ്പാസിറ്റർ, ഇതൊരു സേഫ്റ്റി കപ്പാസിറ്ററാണ്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഇൻഡക്ടർ കോയിൽ. ഇതിനെ കോമൺ മോഡ് ഫിൽട്ടർ എന്ന് പറയും. ആ ഫിൽട്ടറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ന്യൂട്രലിൻ്റെ കോയിലും ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഫേസിൻ്റെ കോയിലുമാണ്. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിലൊരെണ്ണം ഫേസിൻ്റെ കോയിലും ഒരെണ്ണം ന്യൂട്രലിൻ്റെ കോയിലും. അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് വഴിയാണ് ഈ 2 കോയിലും വർക്ക് ചെയ്യുന്നത്. അതായത് ഈ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഉണ്ടല്ലോ, ഈ വോൾട്ടേജിലുണ്ടാകുന്ന വേരിയേഷനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ഈ 2 കോയിൽ, അതിൽ ഒരു കോയിൽ ഫേസിനാണ്, ഒരു കോയിൽ ന്യൂട്രലിനാണ്. അപ്പം അതുപോലെ തന്നെ ഇതിൽ സാധാരണ ബോർഡുകളിൽ ഇതുപോലെ 2 സേഫ്റ്റി കപ്പാസിറ്റർ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതിൽ അഡീഷണലായിട്ട് അകത്ത് 2 ചെറിയ കപ്പാസിറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിന് ഒന്നിനെ നമ്മൾ എക്സ് കപ്പാസിറ്റർ എന്നും പറയും, മറ്റേത് വൈ കപ്പാസിറ്റർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ അങ്ങനെ 2 കപ്പാസിറ്റർ കാണും. അപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഈ ബോർഡിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് പുറത്തേക്ക് പോകുന്നത് ഫിൽട്ടർ ചെയ്യാനുള്ള സെക്ഷനാണ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സേഫ്റ്റി കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ സേഫ്റ്റി കപ്പാസിറ്റർ ഉണ്ട്. അകത്ത് കാണുന്ന 2 ചെറിയ കപ്പാസിറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കോമൺ ഔട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബോർഡിലെ മറ്റൊരു ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് ഊരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാനിത് ഡിസ്കണക്ട് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഫേസും ന്യൂട്രും പറഞ്ഞു. ഔട്ട്ഡോറിലേക്ക് പോകുന്ന ഫേസ് ഇതാണ്. അതുപോലെ തന്നെ ഔട്ട്ഡോറിലേക്ക് പോകുന്ന ന്യൂട്രൽ ഇതാണ്. ഇനി ഔട്ട്ഡോറിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ CN COM2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻഡോർ യൂണിറ്റിലെ PCB ആണ് ഔട്ട്ഡോർ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ്
സിഗ്നൽ കൊടുക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈന് അഥവാ സിഗ്നൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽ ലൈന് ഉൾപ്പെടുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നത് എങ്ങനെയാണ്, അതായത് നമ്മൾ ആദ്യത്തെ സേഫ്റ്റി കപ്പാസിറ്റർ പറഞ്ഞല്ലോ, ആദ്യത്തെ സേഫ്റ്റി കപ്പാസിറ്റർ, ആ ആദ്യത്തെ സേഫ്റ്റി കപ്പാസിറ്ററിൻ്റെ അവിടെ നിന്ന് മറ്റൊരു കപ്പാസിറ്ററിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കപ്പാസിറ്ററിൽ നിന്നാണ് ഇത് പോകുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ പോകുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ലൈനാണ്. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴിയാണ് ഇൻഡോർ യൂണിറ്റിലെ PCB ഔട്ട്ഡോർ യൂണിറ്റിലെ PCBയോടുള്ള ആ കമാൻഡ്സ് അയക്കുന്നത്. അപ്പോൾ അതിനുള്ള ലൈനിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്യൂട്ട് തന്നെ കുറേ ചെറിയ ചെറിയ കമ്പോണൻസ് വരുന്നുണ്ട്. അതിലൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഡയോഡാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈ വാട്ട് റെസിസ്റ്ററാണ്. ഇപ്പം നേരത്തെ കാണിച്ച ഹൈ വാട്ട് റെസിസ്റ്ററാണ് ഇത്. ഈ കാണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ചെറിയ റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്റൻസും ഉണ്ട്. അതിന് സീരീസ് ആയിട്ട് മറ്റൊരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഈ താഴെ ഭാഗത്തായിട്ട് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഭാഗം. ഇത് കണ്ടോ, ഇതിൽ ഈ ക്രീം കളറുള്ള ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററാണ്. ഓക്കെ, ഇത് ഒരു റെസിസ്റ്ററാണ്, ഇതൊരു ഡയോഡാണ്. ഓക്കെ, ഇതൊരു ഡയോഡാണ്. അപ്പോൾ ആ സർക്യൂട്ടുകളാണ് ഞാനിവിടെ വലിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ അവസാനം 2 കമ്പോണൻറ്റ് കാണാം. ഇതിനെയാണ് നമ്മൾ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ 2 കമ്പോണൻറ്റിനെയാണ് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ്. കാരണം ഇതിൽ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് സൈഡും ഉണ്ട്, ഔട്ട്പുട്ട് സൈഡും ഉണ്ട്. അപ്പോൾ ഈ ഒപ്റ്റോ കപ്ലറിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും അടങ്ങുന്ന ഈ സർക്യൂട്ട് വഴി കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒപ്റ്റോ കപ്ലറിന് എവിടെ നിന്നാണ് ഇൻപുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ കൺട്രോൾ സർക്യൂട്ടിൽ നിന്നാണ് ഈ ഒപ്റ്റോ കപ്ലറിനുള്ള ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ലൈൻ വഴിയാണ് ഒപ്റ്റോ കപ്ലറിലേക്കുള്ള ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഈ ഒപ്റ്റോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഒപ്റ്റോയ്ക്ക് ഇതുപോലെ 4 കമ്പോണൻസ്, 4 കണക്ഷൻസ് കാണും. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഇൻഫ്രാറെഡ് LED ആണ് ഉള്ളത്, ഇവിടെ ഒരു ഇൻഫ്രാറെഡ് റിസീവറുമാണ് ഉള്ളത്. അപ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ടിൽ നിന്നുള്ള സിഗ്നലിന് അനുസരിച്ച് ഈ ഇൻഫ്രാറെഡ് LED ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ബ്ലിങ്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ ഇൻഫ്രാറെഡ് റിസീവർ അത് പിടിച്ചെടുക്കും. അപ്പോൾ ഈ ലോ വോൾട്ടേജ് സൈഡിൽ നിന്നുള്ള സിഗ്നലുകൾക്ക് അനുസരിച്ചുള്ള ഫീഡ്ബാക്ക് എവിടെ കിട്ടും? ഈ ഇൻഫ്രാറെഡ് റിസീവറിൽ ഈ സൈഡിൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നുള്ള സിഗ്നലിന് അനുസൃതമായിട്ട് ഒരു സിഗ്നൽ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാം. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ പോയിരിക്കുന്നത് കണ്ടോ, ഡോട്ടഡ് ലൈൻ പോയിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് സൈഡും ഈ സൈഡ് ലോ വോൾട്ടേജ് സൈഡുമാണ്. ഇതിൽ ഒപ്റ്റോ കപ്ലറിൻ്റെ ഈ റിസീവർ സൈഡ് ഇരിക്കുന്നത് ഹൈ വോൾട്ടേജ് സൈഡിലും ട്രാൻസ്മിറ്റർ സൈഡ് ഇരിക്കുന്നത് ലോ വോൾട്ടേജ് സൈഡിലുമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള സിഗ്നൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഒപ്റ്റോ കപ്ലറിൽ നിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴിയാണ് ഈ ഇൻഡോർ യൂണിറ്റിലെ ടെമ്പറേച്ചർ, അതായത് ഇതിൽ 2 തെർമിസ്റ്ററുണ്ട്, ടെമ്പറേച്ചർ സെൻസറുകളുണ്ട്, അവയുടെ ടെമ്പറേച്ചർ റീഡിങ്സ്, അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ്, ഫാനിൻ്റെ RPM, എത്ര ടെമ്പറേച്ചറിലാണ് നമ്മൾ AC സെറ്റ് ചെയ്ത് വെച്ചത് മുതലായ കാര്യങ്ങളെല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴിയാണ് ഔട്ട്ഡോറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടം വരെ എത്തി. ഈ കമ്മ്യൂണിക്കേഷൻ ലൈനും ഇത് ഉൾപ്പെടുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സർക്യൂട്ടിൽ ഇതിലേക്കുള്ള ഈ ഒപ്റ്റോ കപ്ലറിലേക്കുള്ള ഇൻപുട്ട് സിഗ്നൽ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നലുകൾ വരുന്ന എവിടെ നിന്നാണ്? നമ്മൾ നേരത്തെ കണ്ട ആ മെയിൻ IC, മൈക്രോ കൺട്രോളർ ICയിൽ നിന്നാണ് ആ സിഗ്നലുകൾ വരുന്നത്. അപ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റോ കപ്ലറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം വരെ വന്നു. അപ്പോൾ ഇവിടെ ഈ റെഡ് കളറിൽ വന്നിരിക്കുന്ന എന്താണ്? ഫേസ് ആണ്. ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് ന്യൂട്രലാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു റെക്ടിഫയർ മൊഡ്യൂളാണ്.
ഈ റെക്ടിഫയർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് 4 ടെർമിനലുണ്ട്. 1, 2, 3, 4. അപ്പോൾ ഈ 4 ടെർമിനലിൽ അതിൻ്റെ നടുക്കുള്ള 2 ടെർമിനലിൽ നമ്മൾ AC കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തുള്ള 2 ടെർമിനൽ, അതായത് 1-ാമത്തെയും 4-ാമത്തെയും ടെർമിനലിൽ നമുക്ക് DC സപ്ലൈ കിട്ടും. അപ്പോൾ AC-യെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഈ മൊഡ്യൂളിനെയാണ് റെക്ടിഫയർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഓണാക്കി ഇവിടെ നമ്മൾ ഒരു മൾട്ടിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇൻപുട്ട് AC എത്ര വോൾട്ടേജാണ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൾട്ടിമീറ്റർ DC-യിലേക്കാക്കി നമ്മൾ ഈ ഏറ്റവും 1-ാമത്തെയും 4-ാമത്തെയും പോയിന്റുകൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് DC വോൾട്ടേജ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരാണ് റെക്ടിഫയർ മൊഡ്യൂൾ. ഓക്കെ, ഇനി റെക്ടിഫയർ മൊഡ്യൂളിനുള്ള ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്.